നമസ്കാരം. ഞായറും കഴിഞ്ഞു, തിങ്കളും കഴിഞ്ഞു, ചൊവ്വാഴ്ചയാണ്. ശരിക്കും ഓരോ പുലരിയിലും നല്ല വാർത്തകൾ പ്രേക്ഷകരെ അറിയിക്കാനാണ്, ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മളൊക്കെ ഉണരുന്നത്. ഈ അപകട വാർത്തകളോ മറ്റ് ദാരുണ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാതിരിക്കട്ടെ, അല്ലെങ്കിൽ ആ വാർത്ത വായിക്കാൻ ഒരു ഇടയാകാതിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് എഴുന്നേൽക്കാറുള്ളത്. ഏതായാലും വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു ആശ്വാസ വാർത്ത തന്നെയാണ്. നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഒരു ആശ്വാസം നൽകുന്ന ഒരു പ്രത്യാശയുടെ വാർത്തയോട് കൂടി നമുക്ക് ഇന്നത്തെ ചൊവ്വാഴ്ച തുടങ്ങാം. ചൊവ്വാഴ്ചയിലെ വാർത്താ പ്രഭാതം തുടങ്ങാം. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ ആരോഗ്യനിലയിൽ പുരോഗതി എന്നാണ് ആ വാർത്ത. കുട്ടിയെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയെന്നും കൂടി ഞങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ് കേട്ടോ. ആ വാർത്തയാണ് ആദ്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ആശങ്കയിൽ കഴിയുന്ന സംസ്ഥാനത്തിന് ഒരു ആശ്വാസ വാർത്തയാണ് പുറത്തു വരുന്നത്. അസുഖം ബാധിച്ച് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. കുട്ടിയെ വെന്റിലേറ്ററിൽ നിന്നും മാറ്റിയെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ജർമ്മനിയിൽ നിന്നെത്തിച്ചതുൾപ്പെടെ 5 മരുന്നുകളാണ് കുട്ടിക്ക് നൽകുന്നത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. നിലവിലെ പുരോഗതി തുടരുകയാണെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ പൂർണ്ണമായും അസുഖം ഭേദമാകുമെന്നാണ് കരുതുന്നതെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. പയ്യോളി തിക്കോടി സ്വദേശിയായ 14-കാരനാണ് വെള്ളിയാഴ്ച അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. കുട്ടിക്ക് രോഗം നേരത്തെ തന്നെ സംശയിച്ചതിനാൽ അതിനനുസരിച്ചുള്ള മരുന്നുകളാണ് നൽകിയത്. അതിനാൽ ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നത് തടയാനായി. തിക്കോടിയിലെ കാട്ടുകുളത്തിൽ കുളിച്ച 2 കുട്ടികളാണ് ലക്ഷണങ്ങളുമായി ചികിത്സ തേടിയത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന മറ്റൊരു കുട്ടിയുടെ പരിശോധനാ ഫലം നെഗറ്റീവായതിനാൽ ബുധനാഴ്ച തന്നെ ആശുപത്രി വിട്ടിരുന്നു. 2 മാസത്തിനിടെ സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച 3 കുട്ടികളാണ് മരണത്തിന് കീഴടങ്ങിയത്. ഫറോക്ക് സ്വദേശിയായ മൃദുൽ എന്ന 12-കാരൻ, കണ്ണൂർ സ്വദേശിനിയായ ദക്ഷിണ എന്ന 13-കാരി, മലപ്പുറം മുന്നിയൂർ സ്വദേശി ഫദ്വ എന്ന 5 വയസ്സുകാരി എന്നിവരാണ് മരിച്ചത്. രോഗബാധ തുടരുന്ന ആശങ്കയ്ക്കിടെയാണ് ആശ്വാസ വാർത്ത കൂടി പുറത്തുവരുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.